സംസ്ഥാനം വളരെ മോശമാണ്. ജനങ്ങൾ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഭരണം ഇപ്പൊ ഭയങ്കര അടിപൊളിയല്ലേ? അടിപൊളിയാ. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. പോയ മാസം 1 മാസം കിട്ടി, ഇപ്പൊ 2 മാസം പൈസ കിട്ടി. പിന്നെ വേറെ എന്തോ വേണം? പെൻഡിങ് 2 മാസം. ഇത് 2 മാസമല്ലേ ഉള്ളൂ. മറ്റന്മാര് 18 മാസം മുടക്കി കെട്ടിട്ട് പോയില്ലേ? ഇത് 2 മാസം പൈസ ഇല്ലേ? പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നറിയാമോ, അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സൂചന കൊടുത്തവർക്കെല്ലാം അയാൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? കേരളത്തിന്റെ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ 7.5 വർഷം കൊണ്ട് LDF ജനങ്ങളെ ചങ്ക്, അത് ഡബിൾ ചങ്കാണ്. ആ ഡബിൾ ചങ്കിന്റെ ഒരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനെ തകർക്കാൻ വേണ്ടി UDFും BJP നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുവഴി കേരളത്തിൽ നടക്കുന്നില്ല. പിണറായി ഭരണം തലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? എന്താണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വരൂ, നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? പിണറായി ഭരണം പോരാ. അതിനിപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും പുറകെ എനിക്ക് വരാണ്ട് മോളെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നറിയാമോ, അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സൂചന കൊടുത്തവർക്കെല്ലാം അയാൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? എവിടുത്തെ ഭരണം? കേരള ഭരണം. സംസ്ഥാനം വളരെ മോശമാണ്. ജനങ്ങൾ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഭരണം ഇപ്പൊ ഭയങ്കര അടിപൊളിയല്ലേ? അടിപൊളിയാ. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. പോയ മാസം 1 മാസം കിട്ടി, ഇപ്പൊ 2 മാസം പൈസ കിട്ടി. പിന്നെ വേറെ എന്തോ വേണം? പെൻഡിങ് 2 മാസം. ഇത് 2 മാസമല്ലേ ഉള്ളൂ. മറ്റന്മാര് 18 മാസം മുടക്കി കെട്ടിട്ട് പോയില്ലേ? ഇത് 2 മാസം പൈസ ഇല്ലേ? ഇവിടെ ഒരു ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നത് ഇതെല്ലാം ധാരാളം ഉണ്ട്. അത് 600 രൂപ അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. ഇത് 1600 രൂപ. ഇത് 2 മാസം മുടക്കല്ലേ ഉള്ളൂ. ഇപ്പൊ 3 മാസം പൈസ കൊടുത്തല്ലോ. 600 രൂപ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് ഇത്രയും വിലയില്ലായിരുന്നു. ദാരിദ്ര്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ദാരിദ്ര്യം ഇല്ലല്ലോ. കോവിഡ് സമയത്തും എല്ലാവരും ഒരു മനുഷ്യരും കൂടെ പട്ടിണി കിടന്നിട്ടില്ല. നല്ല രീതിയിൽ കൊണ്ടുപോയത് കൊണ്ടാണ് രണ്ടാമതും തുടർ ഭരണം കിട്ടിയത് അല്ലേ? അപ്പൊ വീണ്ടും സംസ്ഥാനത്ത് വീണ്ടും പിണറായി പിന്നെ വേറെ ആരും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറാണ്. നാടോട്ട് പോകാനുള്ള മാർഗങ്ങളുണ്ടോ അന്വേഷിക്കുകയാണ്. വിലക്കയറ്റമൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയെല്ലാം എല്ലാം നല്ല വിലയല്ലേ? അത് നല്ലതല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ കാരണം എന്ന് വെച്ചാൽ ഈ 7.5 വർഷം കൊണ്ട് LDF ജനങ്ങളെ ചങ്ക്, അത് ഡബിൾ ചങ്കാണ്. ആ ഡബിൾ ചങ്കിന്റെ ഒരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനെ തകർക്കാൻ വേണ്ടി UDFും BJP നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുവഴി കേരളത്തിൽ നടക്കുന്നില്ല. എന്തുകൊണ്ടായാലും ഭരണം വൻ വിജയമായിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഭരണം? കേരളത്തിന്റെ ഭരണം എങ്ങനെയുണ്ട്? കേരളത്തിന്റെ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ? നമുക്ക് വികലാംഗ പെൻഷനുണ്ട്. അതുപോലും 6-7 മാസം മുടങ്ങിയിരിക്കുകയാണ്. അത് കൃത്യസമയത്ത് തരുന്നില്ല. പിന്നെ വാർദ്ധക്യ പെൻഷൻ. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും ചെയ്യുന്നുണ്ട്. ജോലി പോലും ചെയ്യാൻ കഴിയാത്ത ധാരാളം പാവപ്പെട്ട ആൾക്കാർ ഒരു ചായ പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ, നമ്മൾ ഈ പൊതുജനത്തിന് വേണ്ടിയാണല്ലോ സർക്കാർ ഇരിക്കുന്നത്. അവർ എന്ന് പറയുമ്പോൾ ശരിക്കും ഉയർന്ന നിലയിലുള്ള ആൾക്കാരെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി സാധാരണപ്പെട്ട ജനങ്ങളെ മനസ്സിലാക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അത് അവർ ശരിക്കും അത് എന്താ പറയുക, പാവപ്പെട്ട ജനങ്ങളെ അവർ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണമായിട്ടും പറയാനുള്ളത്.